നമസ്കാരം. അടുത്തത് ഹംസപക്ഷം വിനിയോഗമാണ്. ഹംസപക്ഷം ഇങ്ങനെയാണ് പിടിക്കുന്നത്, രണ്ട് കൈയിലും. ഹംസപക്ഷത്തിൽ ആദ്യം ചന്ദ്രോ, ചന്ദ്രൻ എന്നുള്ള മുദ്ര. ലെഫ്റ്റ് ഹാൻഡ് ഫേസിന് നേരെ പിടിക്കുക, റൈറ്റ് ഹാൻഡ് പുറത്തോട്ട് പിടിക്കുക. എന്നിട്ട് നമ്മളതൊരു ഭംഗിക്ക് നമ്മളത് ഇങ്ങനെ പിടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് കംപ്ലീറ്റ് ആവുമ്പോൾ ഹംസപക്ഷം ആവും. അപ്പൊ ചന്ദ്രോ, ചന്ദ്രൻ എവിടെയാണ് ഉണ്ടാവുന്നത്? ആകാശത്ത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ദൃഷ്ടി കൊടുക്കുന്നു, ചന്ദ്രോ. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേനും തലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. ചന്ദ്രോ. അടുത്തത് വായുർ. വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. അത് രണ്ട് രീതിയിൽ കാണുന്നുണ്ട്. ഒന്ന് റൈറ്റ് ഹാൻഡ് ഫേസിന് നേരെ പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് കമഴ്ത്തിയിട്ട് ഇങ്ങനെയും കാണാറുണ്ട്. ചിലവർ ഇങ്ങനെ വായു കാണിക്കാറുണ്ട് കേട്ടോ. രണ്ട് രീതിയിലും കാണാറുണ്ട് വായു. വായുർ, വായുർ എന്ന് വരുന്നുണ്ട് ശ്ലോകം വരുമ്പോൾ. വായുർ മന്മഥശ്ച, മന്മഥൻ, മന്മഥൻ കാമദേവൻ എന്നുള്ളത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ പതാകയാണ്, റൈറ്റ് ഹാൻഡ് മുകളിൽ ഹംസപക്ഷമാണ്. അപ്പൊ നമ്മളത് മുഷ്ടി പിടിച്ചിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത്, ആ വിരൽ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വന്നിട്ട് വേണം അതിൻ്റെ മേളിൽ വെക്കാനായിട്ട്, ഹംസപക്ഷം വെക്കാൻ. അപ്പം മന്മഥനും ഇതുപോലെ തന്നെ ശൃംഗാരത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാമല്ലോ, കാമദേവന്റെ ബേസിക് ആ ഒരു സ്വഭാവം വെച്ച് നമ്മൾ ശൃംഗാരമാണ് രസം കൊടുക്കുന്നത്. അപ്പോൾ മന്മഥശ്ച. ദേവ, ദേവ ദേവൻ. ലെഫ്റ്റ് ഹാൻഡ് ഫേസിന് നേരെ, റൈറ്റ് ഹാൻഡ് പുറത്തേക്കിരിക്കും. ദേവ. അടുത്തത് പർവ്വത. പർവ്വത കുറച്ച് വലുതാണ്. ലെഫ്റ്റ് ഹാൻഡ് ഫേസിന് നേരെ പിടിക്കുക, റൈറ്റ് ഹാൻഡ് പുറത്തോട്ട് പിടിക്കുക. എന്നിട്ട് ഇത് രണ്ട് കൈയും ഓപ്പൺ ചെയ്തുകൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ സർക്കിൾ ചെയ്യാണ്. സർക്കിൾ ചെയ്ത് വരുന്ന വഴിക്ക് ഈ കൈ തിരിയുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് തിരിയുന്നുണ്ട്. അപ്പം റൈറ്റ് ഹാൻഡ് അങ്ങനെ ഇങ്ങനെ പോവാണ്. ലെഫ്റ്റ് ഹാൻഡ് വരുന്ന സമയത്ത് ഒന്ന് തിരിയുന്നുണ്ട്, തിരിഞ്ഞ് പിന്നെ ഈ കൈയും തിരിഞ്ഞു വരും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് കൈയും തിരിക്കും. ആ തിരിച്ചിട്ട് നമ്മൾ ചന്ദ്രൻ പിടിച്ചില്ലേ, അതേപോലെ തന്നെ വരും. അപ്പോൾ ആദ്യം റൈറ്റ് ഹാൻഡ് പുറത്തോട്ട്, ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ നേരെ ഓപ്പൺ ചെയ്ത് രണ്ട് കൈയും തിരിഞ്ഞ് കറങ്ങി വന്ന് വീണ്ടും ചന്ദ്രന്റെ പോലെ പിടിച്ചിട്ട് മുകളിൽ. പർവ്വത, പർവ്വത ഇതുപോലെ തന്നെയാണ് എക്സ്പ്രഷൻ. ചന്ദ്രൻ നോക്കി ഇതുപോലെ തന്നെ. പർവ്വതം നമ്മൾ ദൂരെയാണ് കാണുന്നത്, അപ്പൊ ദൂരേക്ക് നോക്കണം. പർവ്വത, അങ്ങ് ദൂരെ നോക്കുക, പർവ്വത. സാനവ, സാനവ ആ പർവ്വതത്തിന്റെ ഒക്കെ താഴ്വര എന്നുള്ള രീതിയിൽ സാനവ. സാനവ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ദൂരെ താഴേക്ക് നോക്കണം. എങ്ങനെ പർവ്വതം ദൂരെ മുകളിലോട്ട് നോക്കിയോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ദൂരെ താഴേക്ക് സാനവ നോക്കണം.